സ്പോട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത് കേരളത്തിലെ കൊല്ലം ജില്ലയിലാണ്. കൊല്ലം KSRTC സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റുള്ള ഗവൺമെന്റ് ബോട്ട് ജെട്ടിയിലാണ് നമ്മൾ പോകേണ്ടത്. വാഹനമുള്ളവർക്കൊക്കെ പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അവിടേക്ക് പോകാൻ പറ്റുന്നതാണ്. ഏകദേശം 15 കിലോമീറ്റർ ഉണ്ട് കൊല്ലം ജംഗ്ഷനിൽ നിന്നും. പിന്നെ ഗവൺമെന്റ് ബോട്ടിൽ നമുക്ക് പോകുന്നവർക്ക് വെറും 20 രൂപയുള്ള ഒരാൾക്ക് ഒരു വെർത്ത് ബോട്ടിംഗ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുക. അഷ്ടമുടി കായലിന്റെ നടുവിലൂടെ ഒരു മനോഹരമായ കായൽ കാഴ്ച കണ്ട് യാത്ര ആസ്വദിക്കും. സ്റ്റേ ചെയ്യാൻ പറ്റിയ നിരവധി ലക്ഷറി റിസോർട്ടുകൾ ഉണ്ട് അവിടെ. ഈ ഗവൺമെന്റ് ബോട്ട് ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് പോകാൻ അനുവാദമില്ല. 150 രൂപ ചാർജ് ഈടാക്കുന്നതാണ്. നമ്മളെ കായലിന്റെ നടുവിലേക്ക് കൊണ്ടുപോകുന്നത്. 6 പേർക്ക് ഇരിക്കാൻ വിധത്തിലുള്ള ബോട്ടിലാണ് അവർ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോവുക. അതിലേക്ക് അടുക്കുമ്പോ ഉണ്ടല്ലോ, നമുക്ക് ഒരേ എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എന്താണെന്നറിയോ നിങ്ങൾക്ക്? എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇത്രയും ആഴമുള്ള കായലിന്റെ നടുവിൽ മനുഷ്യന്മാർക്ക് നടക്കാൻ പറ്റും, എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളത്? അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഗൈസ്. വെള്ളം കണ്ടപ്പോ സ്വർഗം കിട്ടിയ പോലെ കായൽ ആസ്വദിക്കാൻ ഓടി എന്റെ കെട്ടാണ്. ചെരുപ്പ് അഴിച്ചു വെച്ചിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങൾ ചെരുപ്പൊക്കെ അഴിച്ച് ഞങ്ങള് വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങി. ഞങ്ങൾ പോയ ടൈം തന്നെ ഒരു 12 മണി ആയിട്ടുണ്ടാവും. പക്ഷെ അവിടെ നല്ല ജനങ്ങളായിരുന്നു. ആ ഉച്ച നട്ട വെയിലത്ത് പോലും. ഈ കായലിന്റെ നടുവിൽ തന്നെ നല്ല കണ്ടൽ കാടുകളുണ്ട്. പക്ഷെ പറയാലോ, അവിടെ ഇറങ്ങിയപ്പോ ആ ചൂടിന്റെ ഓരോ അംശം പോലും നമുക്കറിയില്ല. നല്ല തണുത്ത കാറ്റും നല്ല കൂളിംഗ് ഉണ്ടായിരുന്നു. വെയിലിന്റെ ആ ചൂട് അറിയ പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത്രയൊരു അടിപൊളിയായിട്ട് വന്ന സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുക്കാതെ എങ്ങനെ പോവാലേ? ഞങ്ങൾ പിന്നെ ഫോട്ടോഷൂട്ടിന് ഇറങ്ങി. എന്റെ പെങ്ങൾക്ക് എന്റെ കെട്ടിയവനക്കും ഫോട്ടോ എടുത്തു കൊടുത്ത് മതിയായി. ഞാനൊരു ഫോട്ടോഗ്രാഫറായി അവസാനം. നമ്മൾ മാത്രല്ല കേട്ടോ, നിരവധി ആൾക്കാർ റീൽസും വ്ളോഗും എടുക്കാനായിട്ട് വന്നിട്ടുണ്ട് ഈ സ്പോട്ടിലേക്ക്. കൂട്ടത്തിൽ ഞങ്ങളും. അങ്ങനെ ഞങ്ങൾ കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് തീർത്തിട്ടുണ്ട്. പിന്നെ എവിടെ പോയാലും നമുക്ക് എന്റെ ഫേവറേറ്റ് ഐറ്റം എന്തായാലും കിട്ടും. നല്ല ഉപ്പിലിട്ട മാങ്ങയും പൈനാപ്പിളും ഒക്കെ ആയിട്ട്. കായലും പ്രകൃതിയൊക്കെ ആശ്രയിച്ചിട്ട് ഇവിടെയുള്ള ഈ പാവപ്പെട്ട കച്ചവടക്കാരെ നിങ്ങളാരും മറക്കരുത് കേട്ടോ. 8-9 മണിക്കൂർ വെള്ളത്തിൽ നിന്നിട്ടാണ് അവർ ഈ കച്ചവടം ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരു അടിപൊളി ഐറ്റം ഉണ്ട്. ലൈവായിട്ട് കായലിൽ അടിയിന്ന് പോയിട്ട് കല്ലുമ്മക്കായ ഫ്രഷ് ആയി കൊണ്ടുവന്ന് അതിനെ റോസ്റ്റ് ചെയ്ത് നല്ല നാടൻ കപ്പയുമായിട്ട് കോംബോ ആയിട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഐറ്റം. അതും അടിച്ച് ഞങ്ങൾ നല്ല ഫുൾ ഫിറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം കഴിച്ച് ഞങ്ങൾ ക്ഷീണിച്ച് ഒരു ഭാഗത്ത് പോയി കായൽ ആസ്വദിച്ചിരിക്കുകയാണ്. ക്ഷീണം കൊണ്ടല്ല, കായൽ ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ കാണുന്ന കുട്ടികൾക്ക് വാട്ടർ തീം പാർക്ക് പോലെയായിരുന്നു. കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ ഒരു അടിപൊളി പക്ക പ്ലേസ് തന്നെയാണിത്. എത്ര ദൂരം നിന്ന് വന്നാലും ഒട്ടും നഷ്ടമാവില്ല നമുക്ക്. ഫാമിലി ആയിട്ട് 1 ഡേ ട്രിപ്പ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ്. മസ്റ്റ് ട്രൈ പ്ലേസ് കൂടെയാണ്. കായലിലൂടെയുള്ള യാത്രയും ചെറു കച്ചവടക്കാരും കണ്ടൽ കാടുകളൊക്കെയുമായി ഒരു മനോഹരമായ കാഴ്ചയാണ് നിങ്ങളെ കണ്ടത്. ഒരു മസ്റ്റ് ട്രൈ പ്ലേസ് ആണ്. വലിയവർക്കും കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട്. ഇവിടേക്ക് പോകാനുള്ള പാക്കേജ് ഡീറ്റെയിൽസ് നമ്മൾ ചെയ്ത് കൊടുക്കണതാണ്. അപ്പോൾ DM ഫോർ മോർ ഡീറ്റെയിൽസ്. താങ്ക് യു ഫോർ വാച്ചിങ്.